നമുക്ക് ബർത്ത്ഡേ ബിരിയാണി എടുത്ത് നോക്കാം കേട്ടോ. ഒരു 13 പീസ് പട്ട, പിന്നെ ഒരു 2 ജാതിപത്രി, പിന്നെ ഒരു 4 തക്കോലം, ആവശ്യത്തിന് ജീരകം. ഇനി ഒരു 11 ഏലക്ക, ഒരു 8 പിന്നെ ഗ്രാമ്പു, ഒരു വയണയില എന്ന് പറയും, കുറച്ച് ഇട്ട് കൊടുക്കുക എന്ന് പറയാം, ഒരു ടീസ്പൂൺ. പിന്നെ കസ്കസ് തൈര്. ഇതൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഇത് നമ്മൾ 3 കിലോ ബിരിയാണിയാണ് വയ്ക്കാൻ, 3 കിലോയുടെ അരിയുടെ ബിരിയാണിയാണ് വയ്ക്കാൻ പോകുന്നത്. പൊടിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 3 കിലോയ്ക്ക് കൊണ്ടുവന്ന് ഒരു 75 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ഈച്ച്. പിന്നെ അതൊക്കെ മല്ലിയില നല്ലതുപോലെ ഒരു പിടി, അതാണ് ഉദ്ദേശിച്ചിരുന്നത്. നമ്മളൊരു കൈപ്പിടിക്ക് ഫുള്ള് വരുന്ന മല്ലിയില. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില, അതും ഒരു പിടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. നല്ലപോലെ ആടി. ഇത് സംഭവം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചാലേ നല്ലപോലെ ആടി ഇതുപോലെ ആവത്തുള്ളൂ. ഇത് നമുക്ക് രണ്ടിനും വേണം, ചോറിനും വേണം, കറിക്കും വേണം. ഇനി നമുക്ക് ചോറിന് വേണ്ട പട്ട വേണം കേട്ടോ. ഇത്രയും ജാതി, പിന്നെ ജാതിപത്രി, ഏലക്ക ഒരു 11 ഇട്ടിട്ടുണ്ട്, കസ്കസ്. ഇത്രയല്ല വേണ്ടത്, പക്ഷേ ഇത്രേ ഉള്ളൂ. മറ്റേ നമ്മൾ സ്റ്റാർ തക്കോലം, ആവശ്യത്തിന് വലിയ ജീരകം. ഇത് നമ്മൾ 8 ഗ്രാമ്പുമാണ് എടുത്തിരുന്നത് കേട്ടോ. നമ്മൾ കറിക്കുള്ള പരിപാടിയുണ്ടോ. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. നെയ്യ് ഒരു 2 സ്പൂണോളം ഇടുന്നുണ്ട്. ഇത് കറിക്കാണ് കേട്ടോ, വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ആവശ്യത്തിന് ഉലുവ ഇടുക. 3 കിലോ ചിക്കനാണ് നമ്മൾ, ഏകദേശം 3.25 കിലോ ചിക്കനാണ് വേവിക്കാൻ പോകുന്നത്. കടുക് അത്യാവശ്യമില്ല, എനിക്കിഷ്ടമുള്ളതിനെ കൊണ്ട് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ള പോലെ 5 എണ്ണം ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ആവശ്യമുള്ള ഉള്ളി. ഇപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഉള്ളി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 750 ഗ്രാം അല്ലെങ്കിൽ 1 കിലോയ്ക്ക് അടുത്തുള്ള ഉള്ളിയാണ് ഇട്ട് വഴറ്റുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2.5 തക്കാളിയാണ് ഇട്ടേക്കുന്നത്. നല്ലപോലെ വരണ്ട് വരണം. ഏകദേശം നല്ല ഒരുവിധം വരണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ പരിവ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റായിരുന്നു. ഇതിനകത്ത് നിന്ന് ഏകദേശം 3/4 ഭാഗത്തോളം നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാണുമ്പോൾ വേറെ എന്തെങ്കിലും തോന്നും, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചപ്പ് മാറണം, ആ ഒരു പച്ചച്ചെവ മാറണം, അതുവരെ വഴറ്റി കൊടുക്കുക. പച്ചപ്പെല്ലാം മാറി നമ്മൾ ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 1.25 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. ഒരു 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാണ് എടുക്കുന്ന സ്പൂണ്. നോക്കിക്കോളൂ. ഇതിനകത്ത് നമ്മുടെ 5.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. 5.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഞാൻ നല്ലപോലെ ഒന്ന് പച്ചപ്പെല്ലാം മാറണം. എഡിങ്ങൊന്നും വലുതായിട്ട് അറിയില്ല കേട്ടോ, പഠിച്ച് വരുന്നതിനേ ഉള്ളൂ. ഏകദേശം അതിൻ്റെ ഒരു പരുവായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ടു. ഇതാണ് കേട്ടോ എൻ്റെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാൻ ബിരിയാണി പീസൊക്കെ എടുത്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഏകദേശം വലിപ്പം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പകുതി ചിക്കൻ, ഏകദേശം 1.5 കിലോ ചിക്കൻ എടുത്ത് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷമാണ് ബാലൻസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം ആ മസാല എല്ലാത്തിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ബാലൻസ് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട്
ഫസ്റ്റ് വെള്ളം ഒഴിക്കണ്ട, ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ ഇരുന്നൊന്ന് ആ മസാല ഒന്ന് പിടിക്കട്ടെ ചിക്കനിൽ. ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കനകത്ത് കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ബാക്കി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോട്ടെ. ഇനി ഇതൊന്ന് വേവട്ടെ. ഈ വറുത്ത് വെച്ച സവാള കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് പിടി. നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ വേവിക്കുന്നത്. ഗ്യാസ് ഭയങ്കര ലാഭമാണ്. അത് മാത്രമല്ല ഈ വിറകടുപ്പിൽ വേവിക്കുമ്പോഴുള്ള ടേസ്റ്റ് അതൊന്നും വേറെയാണ്. അപ്പോൾ കറി ഏകദേശം റെഡി ആയി. നമ്മൾ ചോറിൻ്റെ പരിപാടി നോക്കാം. നെയ്യ് ഒഴിക്കുക. അതൊന്ന് ചൂടാകട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്ക മുന്തിരി. ഓക്കെ, അപ്പോൾ ഈ മുന്തിരി ഇതാണ്. ഇതാണ് ഇതിൻ്റെ പരിപാടി. മൂത്ത് വരുമ്പോൾ നമുക്ക് 3 കിലോ അരിയൊക്കെ ഇടുന്നത്. അത് 3 വേണം, അത്രേ ഞാൻ ഇട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു 3 സവാള ഇട്ട് വരട്ടെ. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാബേജ് ചോറ് വെച്ച് പറ്റിയാണ് ഊറ്റിയെടുക്കുകയല്ല, വെച്ച് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ പോരായ്മകളൊക്കെ കാണും. ആവശ്യം ഇട്ട് കൊടുക്കുക. നല്ലപോലെ അപ്പോൾ ഇതിലേക്ക് ഇനി 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വരണ്ട് വരട്ടെ. ഏകദേശം നല്ലപോലെ വരണ്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് നമ്മളാ മസാല അരച്ച് വെച്ചിരുന്ന മസാല ബാക്കി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ നമ്മൾ ഇളക്കുക. ഒരു മണം വരും. പക്ഷേ പച്ചപ്പ് മാറുമ്പോൾ വേറൊരു മണമായിട്ട് അതിന് പറഞ്ഞറിയാൻ പറ്റില്ല. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത
മാത്രം ഒന്ന് നോക്കി വെച്ചോളൂ. ഇതിനകത്ത് 2.5 ഇതിൻ്റെ 6 വെള്ളമാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. പിന്നെ അരി ഇട്ടു. ഇത് 3 കിലോ അരിയാണ് കേട്ടോ നമ്മൾ ഇടാൻ പോണത്. അരി കുറച്ച് നേരം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ വേവ് കൂടിയ അരിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നത്. ഇനി പൈനാപ്പിൾ എസൻസ് 2 അടപ്പ് ഒഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവനെ വിട്ടൊന്ന് വേവട്ടെ. നല്ലതുപോലെ തിളക്കുന്നുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു 8 മിനിറ്റാണ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നത്. എപ്പോഴും നോക്കുക, ഒരു 8 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ തോന്നും കാണുമ്പോൾ തോന്നും ചോറ് നല്ലപോലെ വെന്ത് ഇതായി പോകുന്നു. അങ്ങനല്ല, ഇത് കഴിക്കുമ്പോഴത്തേക്കും ചൂടാറുമ്പോൾ ഈ ചോറ് നല്ലപോലെ കണ്ടിക്കും. ഇനി ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കും. നല്ലതുപോലെ ഇളക്കിയതിന് ഒരുവിധം ആയിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി പൊത്തി വെക്കുക. ഇനി 2 മിനിറ്റ് വെക്കുക. ഏകദേശം വെന്തിട്ടുണ്ടോ? ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സവാള വറുത്ത് വെക്കുക. ഇനി തീ വേണ്ട കേട്ടോ, ഇനി തീ പിരിച്ച് കനൽ മാത്രം മതി. ആരും പോകരുത് കേട്ടോ, ഇത് ബർത്ത്ഡേ ബിരിയാണി അല്ലേ. അപ്പോൾ എൻ്റെ പൊന്നിൻ്റെ ഈ ബർത്ത്ഡേയുടെ ഒരു സെറ്റപ്പ് കൂടെ കണ്ടിട്ട് പോയാൽ മതി. നമ്മൾ കഴിക്കുന്നത് കാണണമല്ലോ, കഴിക്കുമ്പോഴുള്ള എക്സ്പ്രഷനും എങ്ങനെ ഉണ്ട്, കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് കാണണം. ഇനി നമുക്ക് കേക്ക് അൺബോക്സ് ചെയ്യാം. ജംഗിൾ തീമാണ് കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്.
നമ്മുടെ കുത്തബ് മിനാർ പോലെ ചരിഞ്ഞൊരു കേക്കായിരുന്നു. അതിൻ്റെതായ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എടുത്ത് വയ്ക്കുമ്പോൾ. നമ്മുടെ പൊന്നൻ കേക്ക് മുറിച്ചു. പക്ഷേ എനിക്ക് തന്നില്ല കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് കഴിക്കുന്ന ഒരു സീനും കൂടെ നോക്കാം. ഓക്കെ, കൊള്ളാമോ ഇല്ലെന്നുള്ളത്. കൊള്ളാമോ? തുക്കി കൊള്ളാമോ? സൂപ്പറാണോ? Hey!